ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നഗ്നമായ പക്ഷപാത സമീപനത്തിന് തെളിവായി മാറിയിരിക്കുകയാണ് ടൈം മാഗസിന്റെ ഈ പ്രാവശ്യത്തെ കവർ ചിത്രം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ഇസ്രായേൽ US അജണ്ടയ്ക്ക് ചൂട്ടുപിടിക്കുകയാണ് ടൈം. വെള്ളിയാഴ്ച പുറത്തുവന്ന പുതിയ പതിപ്പിന്റെ കവറിൽ പകുതി കീറിയ നിലയിലുള്ള ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനയുടെ ചിത്രമാണുള്ളത്. കീറിപ്പോയ ഭാഗത്ത് ദി ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന തലക്കെട്ടും മാഗസിന്റെ എഡിറ്റർ ആഡ്ലാർജായ കോൾവിക്കാണ് കവർ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇറാനെയും അതിന്റെ ഭരണകൂടത്തെയും നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഇസ്രായേലിനെ തലോടുകയും അവരുടെ കഠിന ശ്രമങ്ങളെ പരോക്ഷമായി പുകഴ്ത്തുകയും ചെയ്യുന്നു. ഫലസ്തീന്റെ പേര് പറഞ്ഞ് 2 പതിറ്റാണ്ടായി തങ്ങളുടെ സൈനിക ശേഷി വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. ഇറാനെതിരെയാണ് ഈ ആരോപണം. ഫലസ്തീൻ വിഷയത്തെ ഒഴിവാക്കി ഇസ്രായേലുമായി ധാരണയിലെത്തിയ അറബ് രാജ്യങ്ങൾ അവരുടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുകയായിരുന്നു. ജൂൺ 13 ഇറാനെതിരായ ഏകപക്ഷീയ ആക്രമണം ഇസ്രായേൽ തുടങ്ങുന്ന ഘട്ടത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ ഫുട്ടേജിനെ കുറിച്ച് കാവ്യാത്മകമായി പരാമർശിക്കാനും കോൾവിക് ഇതിനിടയിൽ സമയം കണ്ടെത്തുന്നു. സിറിയൻ ഭൂമേഖലയ്ക്ക് മുകളിലൂടെ ഇറാൻ ലക്ഷ്യമാക്കി പാഞ്ഞു പോകുന്ന ഇസ്രായേലിന്റെ C-132 എന്ന് പറയുന്ന ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ആട്ടിടയന്റെ ഒരു മൊബൈൽ ഫുട്ടേജാണ് ഇദ്ദേഹം ചർച്ചയാക്കുന്നത്. അയാളുടെ ആൾക്കൂട്ടത്തെ മണികൽക്കത്തിന് മേലെ യുദ്ധവിമാനത്തിന്റെ ഹുങ്കാര ശബ്ദം, അറേബ്യൻ ഭൂമിക്ക് മേലുള്ള ഇസ്രായേലിന്റെ അതീശത്തിന് പ്രതീകമായി ഈ രംഗം എഴുതിപ്പിടിപ്പിച്ച കോൾവിക് തെല്ലവീവ് ലക്ഷ്യമാക്കി ഇറാൻ അയച്ച മിസൈലുകൾ തടയാൻ പുതിയ മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്കൊപ്പം അറബ് രാഷ്ട്രത്തിന്റെ ജെറ്റുകൾ അണിനിരന്നതും ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം തുടങ്ങി ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പുതിയ മിഡിൽ ഈസ്റ്റിന്റെ സ്വപ്നം കാണുകയാണ് ടൈം മാഗസിൻ എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. ഇസ്രായേലിന് അനുകൂലമായി ആഖ്യാനം സൃഷ്ടിക്കാനുള്ള പാശ്ചാത്യ മാധ്യമ നീക്കങ്ങളുടെ മികച്ച ഉദാഹരണമാണത്രേ ഇത്. അതിനിടയിലാണ് 2003 മാർച്ച് മാസത്തെ ടൈം മാഗസിന്റെ കവറിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. ഖമേനി കവറിന് ഏതാണ്ട് സമാനമായിരുന്നു അന്നത്തെ സദ്ദാം ഹുസൈന്റെ കവർ ചിത്രം. സദ്ദാം ഹുസൈന്റെ മുഖത്തിന് മുകളിൽ ഏണിചാരി ഒരു പെയിന്റർ വെള്ളയടിച്ച് മുഖം മായ്ക്കുന്ന ചിത്രമായിരുന്നു അത്. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ടും ഏതാണ്ട് സമാനമായിരുന്നു. എത്ര സാമ്യതയുള്ള ആഖ്യാനമാണ്. സദ്ദാമിനെ അട്ടിമറിച്ച് ഇറാഖിനെ നശിപ്പിക്കുന്നതിനെ ആവേശപൂർവ്വം പ്രോത്സാഹിപ്പിച്ച മാധ്യമം ഇറാനെതിരെയും അന്വേഷണ പേനയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിനിടെ ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് 3 പേർ ഇസ്രായേലിൽ അറസ്റ്റിലായി. ഇസ്രായേൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയതിന് ഇറാനിൽ 3 പേരെ പിടികൂടി വധിച്ചതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ മകന്റെ പ്രതിശോധ വധുവിനെ വിവരങ്ങളടക്കം ശേഖരിച്ച് ഇവർ ഇറാന് കൈമാറിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഈ വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണ്. ചാരപ്പണിക്ക് ഇവർ പലരെയും സ്വാധീനിച്ചതായും സൂചനയുണ്ട്. ഹൈഫ നഗരത്തിൽ നിന്നാണ് 28-കാരൻ ദിമിത്രി കോഹൻ എന്നയാളെ അറസ്റ്റ് ചെയ്തത്. ടെല്ലവീവിൽ നിന്നുള്ള 2 യുവാക്കളും അറസ്റ്റിലായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും വീടുകളുടെയും ഫോട്ടോകൾ ഇവർ ഇറാന് അയച്ചതായും വിവരമുണ്ട്. 12 ദിവസം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇറാനും ഇസ്രായേലും കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ സുപ്രധാന ആയുധ ശേഖരങ്ങളിൽ ലഭ്യതക്കുറവ് വന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ചില പ്രധാന ആയുധങ്ങളുടെ ലഭ്യതക്കുറവ് അനുഭവിക്കുന്നതായി 3 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് NBC ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പേര് വെളിപ്പെടുത്താത്ത 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത്. എല്ലാ വർഷവും ഇസ്രായേലിന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം US നൽകി വരുന്നുണ്ട്. ജൂൺ 13 ഇസ്രായേൽ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ വെടിവെക്കാൻ ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആയുധ ശേഖരത്തിൽ കുറവുണ്ടോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. അതിനിടെ IDFന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം കാലിയാകുകയാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് സൈന്യം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ ആക്രമണം മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്തിരുന്നതാണെന്നും ഇസ്രായേലിന് നേരെ വെടിവെക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സ്റ്റോക്ക് കണക്കിലെടുത്താണ് ആസൂത്രണം ചെയ്തതെന്നും സൈനിക ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് വെളിപ്പെടുത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇത് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. 10-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതും റിപ്പോർട്ടുകൾ പുറത്തുവന്നു.
ഇതിന് മറുപടിയായി ഇറാനിൽ ഇസ്രായേലും കനത്ത ആക്രമണം നടത്തുകയും നിരവധി പേരും കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി ഇസ്രായേലും ഇറാനും അറിയിച്ചത്. എന്നാൽ ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാൻ ഇത് നിഷേധിച്ചു. പിന്നാലെ ആക്രമണത്തിന് മുതിരുകയാണെന്ന് ഇസ്രായേലും അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇരു രാജ്യങ്ങളും ആക്രമണത്തിന് മുതിരുന്നതിനെതിരെ ട്രംപ് രംഗത്തെത്തി. ഇറാനും ഇസ്രായേലിനുമെതിരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാന്റെ അവസാന മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ടെഹ്റാനിലെ ഒഴിഞ്ഞ സ്ഥലത്തെ ഒരു റഡാറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം മടങ്ങുകയായിരുന്നു. യുദ്ധം പശ്ചിമേഷ്യയെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിദേശ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും വലിയ തോതിലുള്ള ഏകപക്ഷീയ നിലപാടുകളാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നത്. ഇസ്രായേലിനെ അമേരിക്കയെയും അവരുടെ പ്രൊപ്പഗണ്ടകളെയും വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വിദേശ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇതിനിടയിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തേക്ക് വരുന്നതിന് വലിയ തോതിലുള്ള മാധ്യമ വിലക്കുകളും ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ മേലും അതോടൊപ്പമുള്ള രാജ്യങ്ങളുടെ മേലും അല്ലെങ്കിൽ ഫലസ്തീന് മേലും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുവാൻ വലിയ ആവേശമാണ് ഇത്തരം മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും യുദ്ധത്തിന്റെ ഒരു പരിമിതിയിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയിൽ തന്നെ യുദ്ധം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. വീണ്ടും ഈ യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് കണ്ടതിനേക്കാൾ അതിഭീകരമാകുമെന്നാണ് യുദ്ധകാല നിരീക്ഷകർ പറയുന്നത്. കാരണം ഓരോ ഘട്ടത്തിലും കൂടുതൽ തയ്യാറെടുപ്പോടെ ഇരു രാജ്യങ്ങളും അവരുടെ ശക്തികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വരാൻ പോകുന്ന യുദ്ധത്തിൽ കൂടുതൽ മോടിയോടെയും കൂടുതൽ ശക്തിയേറിയതുമായ ആയുധങ്ങളും നവീന രീതികളും അവലംബിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിക്കും എന്നുള്ളതിന് ഒരു തെളിവായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ഇറാനിലെയും ഫലസ്തീനിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിരപരാധികളായ സാധാരണ ജനങ്ങൾക്കും യുദ്ധം ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതിനൊരു അടിയന്തര പരിഹാരം കണ്ടേ മതിയാകൂ.